8ന്റെ പണി കിട്ടി ഡ്യൂക്ക് എടുത്ത് കൊച്ചിയിലോട്ട് പോകുന്ന വഴി കോഴിക്കോട് എത്തിയപ്പോൾ നമ്മുടെ എക്സോസ്റ്റ് പൊട്ടിത്തെറിച്ച് റോട്ടിലോട്ട് പോകണം. എന്തൊരു ഗതികേടാ അതിൻ്റെ പൊന്നടാവേ. ഗൈസ് എന്തായാലും നമ്മൾ നൈസായിട്ട് രാവിലെ വീട്ടിൽ നിന്ന് എണീറ്റു ബാഗും എടുത്ത് ഡ്യൂക്ക് എടുത്ത് കൊച്ചിയിലോട്ട് പോകുന്നുണ്ടെന്ന് കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലേ. നേരെ പോകുന്ന വിചാരിച്ചു. അമ്മ ആകെ ഇമോഷണലാണ്. അത് കണ്ടു നിൽക്കാതെ പിടി കൊടുക്കാതെ ഇത് അമ്മയുടെ നോട്ടം കണ്ട. എന്ത് നോക്കിയാലും എപ്പോഴും ഇരുന്ന് പഠിച്ച് ചോറ് നിന്ന് അനിയെത്തി. നേരെ അമ്മേൻ്റെ ഇമോഷണൽ പിടി കൊടുക്കാതെ നേരെ ഞാൻ വണ്ടി എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം 300 കിലോമീറ്റർ ഉണ്ട്. ഒറ്റയ്ക്ക് എങ്ങനെ പോകുന്ന എല്ലാവരും ചോദിച്ചു. പക്ഷേ എൻ്റെ മൈൻഡ് സെറ്റ് തെളിയിക്കാൻ വേണ്ടി ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നീണ്ട ഒരു 2 അവർ ട്രാവൽ ചെയ്ത് കോഴിക്കോടെത്തി. അവിടെ ഒരു ചങ്ങായിണ്ട്, അവനെ കണ്ടു. ബീച്ചിലൊക്കെ പോയി. ബീച്ചിൽ പോയപ്പോൾ ആട്ടുമാമയുണ്ട്. ആട്ടുമാമയ്ക്ക് പാല് കൊടുത്തു, ചായ കൊടുത്തു. അല്ലെങ്കിൽ ഗ്ലാസും പാല് കൊടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയായി പോയിരുന്നില്ല. കോഴിക്കോട് ആട്ടുമാമയ്ക്ക് ഭയങ്കര മുടയാട്ടം. എന്തായാലും അവരെ ഹാപ്പി ആക്കിയിട്ട് നമ്മൾ വെയിലാറുമ്പോൾ കോഴിക്കോട് നിന്ന് തെറിച്ച് അങ്ങനെ പോകുന്ന വഴി എൻ്റെ പൊന്നടാവേ വലിയ സൗണ്ട് കേട്ട് നോക്കുമ്പോൾ നമ്മുടെ എക്സോസ്റ്റ് തെറിച്ച് റോട്ടിലോട്ട് പോകണം. ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ എൻ്റെ പൊന്നി. വണ്ടി ഫുൾ പൈസ കൊടുത്ത് പോകണം. ഇത് എന്താ വിഷയം പറ്റിയെന്ന് നോക്കുമ്പോൾ വേറെ സീനൊന്നും ഇല്ല. നെട്ടൊന്നും ഇളകിപ്പോയതാണ്. ചെറിയ പൈസ കൊടുത്തപ്പോൾ തന്നെ അടുത്ത വർക്ക്ഷോപ്പ് ഉള്ളതുകൊണ്ട് നെറ്റും ടൈറ്റാക്കി. ആകെ ഉള്ളു പൊള്ളിയതുകൊണ്ട് ചിക്കൻ പൊള്ളിച്ചത് സംഭവം ഇവിടെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ചിക്കൻ പൊള്ളിച്ചതും അടിച്ച് കയറ്റിയിട്ട് നേരെ മലപ്പുറം എത്താറായപ്പോഴത്തേക്കും ഒടുക്കത്ത് കിട്ടിയും പെരും മഴയും വെള്ളപ്പൊക്കം പോലത്തെ ചെളിയും ഫുൾ എൻ്റെ കയ്യിലാണ് റെയിൻകോട്ടും ഇല്ല. അങ്ങനെ ഞാൻ തടഞ്ഞു പിടിച്ച് തൃശ്ശൂർ എത്തി. ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, മഴ ആയതുകൊണ്ടാകട്ടെ. കുറേ ചെളി കെട്ടുന്ന ബ്ലോക്കായി പോയി. ഞാൻ വിചാരിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റൂല. പക്ഷേ ഞാൻ പോരാട്ടം അവസാനിപ്പിക്കാതെ റെയിൻകോട്ട് വിട്ടിട്ട് നേരെ തെറിച്ച് അങ്ങനെ ഒരു 4-5 മണിക്കൂറിൽ നമ്മൾ എറണാകുളത്ത് ഡിസ്ട്രിക്റ്റ് എത്താനായി. നമ്മുടെ വണ്ടിയുടെ ഒടുക്കത്തെ കുടിയനാണ് ഞാൻ കുടിയനല്ലാത്തതുകൊണ്ട് മാഹിന്ന് 2000 രൂപയ്ക്ക് ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഇവിടെ എത്തുമ്പോൾ എണ്ണ തികഞ്ഞില്ല. അങ്ങനെ ലുലുമാളിൻ്റെ ബോർഡ് കണ്ടപ്പോഴാണ് സമാധാനമായി. നീണ്ട 5-6 മണിക്കൂർ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് ഞാൻ കൊച്ചിയിലെത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പക്ഷേ വണ്ടിയുടെ കോളം നോക്കുമ്പോൾ 4-5 ജില്ലകളിലെ ചെളി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എറണാകുളത്തേക്ക്. ഫുൾ വീഡിയോ ഉടനെ വരുന്നുണ്ട്. അവിടെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാല്ല. ഇതാണ് നമ്മുടെ ഇൻട്രോവേർട്ട് മൈൻഡ് സെറ്റ്. എന്തായാലും വണ്ടിയൊക്കെ സെറ്റപ്പ് ആക്കാൻ അടുത്ത ദിവസം വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ മറക്കാതെ ഫോളോ ചെയ്യാം കേട്ടോ. സോ നിങ്ങളുടെ പ്ലേസ് അവിടെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.